ഹായ് ഡിയാസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ റാഹത്തല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒരു വെഡ്ഡിംഗ് മാല പ്രിസർവേഷനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുള്ള അവരുടെ വെഡ്ഡിങ്ങിൻ്റെ മാല ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയപ്പോൾ തന്നെ അത്യാവശ്യം മഴ കൊണ്ട് ഒരു അഴുക്കായിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ എന്ത് ചെയ്തു, അതെടുത്തിട്ട് വർക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അവരയച്ചു തന്നിട്ടുള്ള മാല നമ്മൾ ഓൾറെഡി നമ്മുടെ ഡ്രൈ ഫ്ലവേഴ്സിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 8 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട്. 8 ഇഞ്ചിൽ നമുക്ക് ഏത് സൈസിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 8 ഇഞ്ചിലാണ് നമ്മൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 8 ഇഞ്ചിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് മാലയിലുള്ള അതിലുള്ള സ്റ്റോണും അതേപോലെ തന്നെ തുളസിയുടെ 2 പീസ് വരുന്നുണ്ട്, അതും അതേപോലെ തന്നെ വരുന്ന ഫ്ലവേഴ്സും, അതിൽ നിന്ന് നല്ല ഫ്ലവേഴ്സ് മാത്രം കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്കിന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ റെസിന് ഹാർഡനറാണ് എടുക്കുന്നത്. റെസിന് 2:1 റേഷ്യോയിലാണ് നമ്മൾ ഓൾറെഡി നമുക്കറിയാമല്ലോ. 2:1 റേഷ്യോയിൽ റെസിന് എടുത്തിട്ടുണ്ടായിരുന്നു. 30 മില്ലിയാണ് കേട്ടോ നമുക്ക് ടോട്ടലി വന്നത് ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു സെക്ഷന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ 20 മില്ലി റെസിനും 10 മില്ലി ഹാർഡനറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, എന്നിട്ട് അത് 2 നമ്മുടെ ഗ്ലാസ്സിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ ഫ്ലിക്സ് ചേർത്ത് റെസിനും ഒരു ഗ്ലാസ്സിൽ ഫ്ലിക്സ് ചേർക്കാത്ത റെസിനാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മുടെ മോൾഡിൽ കുറച്ച് റെസിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം അവർ അയച്ചു തന്നിട്ടുള്ള ഒരു ശംഖിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു, അതും നമ്മുടെ ഈ ഒരു സൈഡിൽ വെച്ച് കൊടുത്തു. പിന്നെ അതിന് ശേഷം ആ ഒരു ഫ്ലവർമിൽ, അതായത് ആ മാലമിലുള്ള സ്റ്റോണായിരുന്നു, അതും നമ്മൾ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. നമ്മുടെ ഈ ഒരു പ്രിസർവേഷന് നല്ല ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്ലവേഴ്സ് ഒരു സെൻട്രലായിട്ട്, അതായത് പകുതി വരെ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തു. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫ്ലിക്സുള്ള റെസിനാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. കാരണം അതിന് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്ലിക്സുള്ള റെസിന് ഒഴിച്ച് കൊടുക്കുന്നത്. നോർമലി റെസിന് ഒഴിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലിക്സുള്ള റെസിന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ടോട്ടലി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അതിൽ നമ്മൾ സൈഡിൽ പീസ് ചെയ്യാത്ത ഫ്ലവർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സൈഡിൽ. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസിന് ടോട്ടലി ഒഴിച്ച് കൊടുക്കുന്നത്. ഈ സൈഡിൽ കാണാൻ പറ്റും ഞാൻ പച്ച, അതായത് തുളസിയുടെ മാലയാണ് നമ്മൾ ജസ്റ്റ് ഒന്നൊരു ഓർമ്മയ്ക്കായിട്ട് കാണുമ്പോൾ പെട്ടെന്ന് കാണില്ല, എന്നിട്ട് അങ്ങനൊരു സംഭവം അതിലുണ്ടെന്നും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രിസർവ് ചെയ്യാമല്ലേ. അപ്പോൾ അവരയച്ചത് ടോട്ടലി നമ്മൾ എന്ത് ചെയ്യാണ്, അതിൽ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ സൈഡിൽ. അതിന് ശേഷം നമ്മൾ ഓൾറെഡി അവരുടെ നെയിമാണ് നമ്മൾ സെറ്റ് ചെയ്തത് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഫോട്ടോ നമ്മൾ ഇതിൽ കൊടുക്കുന്നില്ല, നെയിമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അക്രിലിക് കട്ട് നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ഡേയ്സിനുള്ളിലായിട്ട് നമ്മൾ ഓർഡർ ചെയ്താൽ 2 ഡേയ്സിനായിട്ടുള്ളായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു അക്രിലിക് കട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഡ്രൈ ആയിരിക്കണം കേട്ടോ. ഇത് ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു അക്രിലിക് കട്ട് അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു ഡേറ്റ് ബോർഡും അതേപോലെ തന്നെ നെയിമുമാണ് അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്ലെക്സ് സ്റ്റിക്ക് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഇതിൽ സെറ്റ് ചെയ്യുന്നത്. നെയിമും ഡേറ്റ് പ്ലേറ്റും അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഫ്ലെക്സ് സ്റ്റിക്ക് വെച്ചിട്ടാണ്. എന്നിട്ട് അതിന് മുകളിൽ ഉള്ള സ്റ്റിക്കർ നമ്മൾ ഊരി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ പിന്നെയും രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള റെസിനും ഹാർഡനറും മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കത് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡമിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റമറിന് അയച്ചു കൊടുക്കാം. ഓക്കെ, അത്രയും സിമ്പിളാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.